ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പല്ലി ഫിഷാട്ടോ, റെഡ് സ്നാപ്പർ എന്നാണ്. അപ്പം ഈ ഫിഷ് ഞാനിവിടെ UAE വന്നതിന് ശേഷം കേട്ടോ ഫസ്റ്റ് കാണുന്നത് തന്നെ. ഇതെന്താണെന്ന് പോലും എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബിരിയാണി വെക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഐക്കൂറ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാട്ടോ. അപ്പം എന്തായാലും ഫിഷ് ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 കിലോയോളം ഫിഷ് എടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും, കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം എത്ര നേരം വേണമെങ്കിലും വെക്കാം. പിന്നെ ഉണ്ടല്ലോ ഇതിൽ ഒരു ഫിഷ് നമ്മൾ മാറ്റി വെക്കണം. ആക്ച്വലി മസാല ഇടാണ്ട് മാറ്റി വെക്കണം. ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫിഷ് അങ്ങനെ മാറ്റി വെക്കണം. അത് ആ ഒരു മസാലയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ അതിലിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ഫിഷ് മാറ്റി വയ്ക്കാം. ബാക്കി ഫുള്ളും മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം അരമണിക്കൂർ, മാക്സിമം നമുക്ക് എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ബിരിയാണി. എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പം ഇതെന്ത് മീനാണ് ഒന്നും എനിക്കറിയില്ലായിരുന്നില്ല. ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വാങ്ങി നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, പക്ഷേ അങ്ങനെ കാണാറില്ല എപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സീസണായി തോന്നുന്നു, ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെ വാങ്ങി ബിരിയാണി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫിഷൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫിഷ് ഇപ്പം ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറഞ്ഞ ഓയിൽ, ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടല്ല കേട്ടോ ഫ്രൈ ആക്കുന്നത്. കുറഞ്ഞ ഓയിലാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫിഷ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക. ഞാൻ 4 സവാളയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 3 സവാള ഈ മസാലയ്ക്കും, പിന്നെ ഒരു സവാള ഞാൻ ഫ്രൈ ആക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഓവർ ഫ്രൈ ആയി വരണ്ട, എങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂത്ത് വരുന്നത് വരെയാണ്. അപ്പോൾ അതിനുശേഷം 2ാമത്തെ ബാച്ചും കൂടി ഇട്ടിട്ട് അത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഓവർ അത് ഇങ്ങനെ ഫ്രൈ ആകണ്ട. അപ്പോൾ അത് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഹോളിൽ വന്നപ്പം ഇതായിരുന്നു അവസ്ഥ. ഞാൻ രാവിലെ ഒരു മണിക്കൂർ എടുപ്പിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, മക്കളുള്ള വീട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവിടെ 2 മക്കളുണ്ട്. അപ്പോൾ അവർ 2 പേരും കളിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫുള്ള് ടോയ്സ് ഫുള്ളെടുത്ത് തട്ടുക, അത് ഫുള്ളിട്ടിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഫുള്ള് തട്ടിയിട്ടിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ വാരി മറിച്ചിടാനായിട്ടാണ്. അവർ ഇതുപോലെ തന്നെ രാവിലെ ഫുള്ള് ക്ലീൻ ആക്കിയിടും. ഇതുപോലെ 4 പേരും കൂടെ അങ്ങോട്ട് കയറും, ഫുള്ള് തട്ടിയിടും. ഇതൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ ആ ഒരു സമയം കൊണ്ട് വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മക്കളുള്ള വീട്ടിലെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു ദിവസം ഇപ്പം ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് ഇതെല്ലാം വാരി മറിച്ച് വീണ്ടും താഴേക്കിടും. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ബാച്ചും ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം മസാലയിൽ ഇടാനുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഓയിൽ ഞാൻ കുറച്ച് ഒഴിച്ചതുകൊണ്ട് തന്നെ ഓയിലിങ്ങനെ ജസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്തായിട്ട് കുറച്ച് ഓയിലും നെയ്യും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മസാലയ്ക്ക്. അതിനുശേഷം കുറച്ച് 2 പീസ് കറുവാപ്പട്ടയും പിന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ 2 പച്ചമുളക് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എരിവ് കുറച്ചാണ് എടുക്കുന്നത്, മക്കൾക്കും കൂടി കൊടുക്കാനായതുകൊണ്ട്. അവസാനാണെങ്കിൽ പിന്നെ എരിവുണ്ടെങ്കിൽ പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സവാള വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ബിരിയാണീൻ്റെ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഊറ്റി ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഈ ജീരകം, നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇടുന്ന ജീരകം ഉണ്ടല്ലോ, ആ ജീരകം ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും പിന്നെ ഒരു ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് നല്ല ചെവയ്ക്ക് ഉപ്പുണ്ടാകണം. അപ്പോൾ അത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് റൈസ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ നന്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൈമ റൈസ് ചെറിയ അരിൻ്റെ അതുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ ഇപ്പോൾ കാണിച്ച ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുതിർന്നിട്ട് ഈ അരി ഉണ്ടല്ലോ അത് ഊറ്റിയെടുക്കണം. ഊറ്റി മീൻസ് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതെന്തായാലും വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരിയും അവിടെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സവാള ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു തക്കാളിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ തക്കാളിയാണ്, സോറി 2 തക്കാളി കേട്ടോ, വിട്ടുപോയതാട്ടോ. 2 തക്കാളിയാണ്, 2 മീഡിയം സൈസിലെ തക്കാളിയാണ്, ഒരുപാട് വലുതല്ല, 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയും ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് നല്ലപോലെ മാഷ് ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഈ അരി ഇട്ട് കൊടുക്കും. ഈ വെള്ളത്തിൽ കുതിരാൻ വെച്ചുകൊണ്ട് തന്നെ അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. മീൻസ് ഫുൾ 100% വെന്ത് വരണ്ട, ഒരു 90% ഒക്കെ വെന്ന ആ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത് കേട്ടോ. ഫുള്ള് വെന്ത് വരണ്ട. പിന്നെ ആ ദമ്മിൽ വെക്കുമ്പോഴേക്കും അതിലിരുന്നും കൂടി കുറച്ചും കൂടി ഒന്ന് വേവുമല്ലോ. അപ്പം ആ ഒരു 90% ആ ഒരു വേവിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് എനിക്ക് കുറച്ച് കുറവായിരുന്നു, അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മസാല തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്പൈസ് പൗഡേഴ്സ്, ഞാൻ വളരെ കുറച്ച് സ്പൈസ് പൗഡേഴ്സ് മാത്രമേ ആഡ് ആക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടേബിൾ സ്പൂണ് ചില്ലി പൗഡറും, പിന്നെ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് ഗരം മസാല ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്യാതെ മാറ്റി വെച്ച ആ ഒരു ഫിഷ്, ആ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കുക കേട്ടോ. കാരണം ഈ ഫിഷ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതല്ലല്ലോ, അപ്പം അതൊന്ന് കുക്കായി വരണം. പിന്നെ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഫിഷ് ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിനുശേഷം 2 ടേബിൾ സ്പൂണ് തൈര്, 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഊറ്റി എടുക്കുക കേട്ടോ.
ഈ ജീരകശാല റൈസ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക മണമാണ്. ആ ഒരു അരിക്ക് തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ദേ ഇപ്പം നല്ലപോലെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇപ്പം ഒരുവിധം ഒക്കെ ഒന്ന് ആ ഒരു ഫിഷൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഫിഷ് പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫിഷിൻ്റെ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫിഷ് പൊടിയാതെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടുണ്ടല്ലോ ആ ഒരു മസാലയൊക്കെ ഈ ഫിഷിലൊന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ പൊടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പം ഉണ്ടല്ലോ, ഞാൻ സ്ലൈസ് ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവർ കട്ട് ചെയ്തപ്പം ഇങ്ങനെ ഈ ക്യൂബ്സ് പോലെയാണ് കട്ട് ചെയ്ത് തന്നത്. അല്ലെങ്കിൽ ഞാൻ സ്ലൈസ് ആക്കി തരാനാണല്ലോ പറഞ്ഞത്, പക്ഷേ അവർ എന്തോ ഓർത്തില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാട്ടോ കട്ട് ചെയ്ത് തന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് ആ ഒരു മസാലയൊക്കെ അത് പിടിക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഓയിലും പിന്നെ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള, പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ റീസൺസ്, ഇത്രയും കൂടി ഈ ഒരു ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സവാള മാത്രമല്ല ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതിപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ ഒരു ഓയിലും ഗീയിലുമൊക്കെ കിടന്ന് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് എടുക്കണം. ആ ഒരു ഈ ഒരു പരുവത്തിന് നമ്മൾ കോരി മാറ്റാം. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ഫസ്റ്റ് ഒരു വലിയ പാത്രത്തിലേക്കും ഈ നമ്മുടെ മസാല ഉണ്ടല്ലോ, ഫസ്റ്റ് മസാല ഫുള്ള് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫുള്ളിങ്ങനെ ആ ഒരു പാത്രത്തിൽ കിടക്കുന്ന പോലെ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ മീനിൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊന്നും പൊടിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ, ചോറിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷവും ഇതുപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു റൈസ് ഫുൾ ആ ഒരു മസാല ഇങ്ങനെ കവർ ചെയ്യുന്നത് പോലെ അത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഇടയ്ക്കിടയ്ക്കൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിടുന്നതുകൊണ്ട് മഞ്ഞപ്പൊടീൻ്റെ ഒരു കുത്തലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സവാള അതൊക്കെ വറുത്തതുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മുടെ അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഓൺ ദ ടോപ്പ് ഇതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ മുകളിൽ നെയ്യ് ഒഴിക്കുമ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റും പിന്നെ മണവുമാണ്. പിന്നെ കുറച്ച് ഞാൻ ബിരിയാണി എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാദ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഈ ടോപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നല്ല വീട് ഫുള്ള് മണമാണ് കേട്ടോ, ബിരിയാണീൻ്റെ മണമാണ്. അപ്പോൾ എന്തായാലും ദം ചെയ്യാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുവാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോന്ന് ചെയ്യുന്നതിനിടയ്ക്ക് വേറെ പാത്രങ്ങളൊക്കെ ഉള്ളതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പം ഇത്രയാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി അങ്ങ് കഴുകി അങ്ങ് വൃത്തിയാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ പണി കഴിയുമ്പോഴേക്കും കിച്ചണും ക്ലീനായിട്ട് തന്നെ കിടക്കും. പിന്നെ നമ്മൾ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ വാരി വലിച്ച് വൃത്തികേടായി കിടക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ക്ലീനാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ കിച്ചണൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ഇരിക്കും. നമുക്കതൊരു ഭയങ്കര ഒരു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴുകണ്ടേ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അത് കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ
ഇതുണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് കഴിച്ചിട്ട് പിന്നെ ആ കഴിക്കുന്ന പ്ലേറ്റ്സ് മാത്രം വാഷ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എപ്പോഴും കിച്ചണൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കഴുകി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു കിച്ചണിൻ്റെ സിങ്കും ആ ഒരു വാളും എല്ലാം അപ്പം തന്നെ അങ്ങ് ക്ലീനാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ അങ്ങ് ക്ലീനാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ജോലിയായിട്ടോ ജോലിഭാരമായിട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അത് ഫുള്ള് ഞാൻ ഇങ്ങനെ ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ബിരിയാണി. ഇപ്പം ബിരിയാണി ദമ്മ് ചെയ്ത് ഞാൻ കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ചിരിക്കും കേട്ടോ. ആ ഒരു ദമ്മൊരു 10 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങ് കുറച്ച് നേരം വെച്ചിരിക്കും. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെച്ചിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു 10-15 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ടാണ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയായിരുന്നു. പ്രത്യേകിച്ച് ഈ മീൻ വെച്ച് ബിരിയാണി ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.